കള്ളവോട്ട് നടത്തുന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇന്നലെ പേപ്പറുകളിലും ചാനലുകളിലും ഒക്കെ വന്നതല്ലേ. ഒരു സ്ത്രീ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അവരുടെ ഒന്നും അനുവാദമില്ലാതെ ആരുടെയൊക്കെ പേര് ചേർത്ത് ഒരു 9 വോട്ട് ചെയ്തിരിക്കണമെന്ന് ഒരിടം. ഇന്നത് വീണ്ടും അത് ആവർത്തിച്ചിരിക്കണം മറ്റൊരു സ്ഥലത്തും കൂടി. അപ്പം പിന്നെ ഇങ്ങനെ കള്ളവോട്ട് ചെയ്ത് ജയിച്ചിട്ട് എന്ത് നേടാനാണ് ആ മനുഷ്യന്? വ്യക്തിപരമായ ഒരു നല്ല മനുഷ്യൻ, അയാൾ എന്തിനാ അയാളുടെ ഈ മാന്യത കളയുന്നത്? രാഷ്ട്രീയത്തിന് വേണ്ടി സത്യസന്ധമായിട്ട് പോകാമായിരുന്നല്ലോയൊക്കെ. പിണറായി വിജയൻ ഏത് രീതി ജയിച്ചു എന്ന് നമുക്ക് അറിയണം, എനിക്കറിയണം. മനസ്സിലായില്ലേ? സുരേഷ് ഗോപി 75,000 വോട്ടിനാണ് ജയിച്ചത്. ഇവൻ ഉറങ്ങി കിടന്ന തൃശ്ശൂർ എടുത്തത് തന്നെ, അത് എടുത്തത് ഇനി എടുക്കും, കേരളം എടുക്കും. ഇവനൊക്കെ ഇപ്പൊ ഈ രാഹുൽ അവൻ പോയി പറഞ്ഞത് കർണാടകയിലെ ഒരു മന്ത്രിനെ കട്ട് ചെയ്ത് കളഞ്ഞു, കർണാടകയിലെ മന്ത്രിനെ കട്ട് ചെയ്ത് കളഞ്ഞു, പറഞ്ഞെന്നറിയാം കള്ളവോട്ട്. അപ്പൊ ഈ നമ്മളെ രാജ്യത്തിന് ഇവനൊക്കെ ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല, ആരെ വിശ്വാസമില്ലാത്തതിന് ഇവനൊക്കെ എന്തിനിവിടെ ജീവിക്കണത്? സുരേഷ് ഗോപി 75,000 വോട്ട് എവിടെ ജയിച്ചെന്നാണ് ചോദിക്കുന്നത്? ഈ പിണറായി എവിടെ ജയിച്ച്? മാന്യത ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ രാജിവെച്ച് പോകണം. അതാണ് ഞാൻ രാഷ്ട്രീയമല്ല പറയണം, മാന്യത ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. അല്ല, ആ പ്രസ്ഥാനത്തിനോട് തന്നെ അയാൾ കാണിച്ച നീതികേടല്ലേ അത് നമുക്ക് വിലയിരുത്താതിരിക്കാൻ പറ്റുമോ? ഞാൻ പറയണം, അങ്ങനെ മാന്യതയുണ്ടെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ച് പുതിയൊരു ഇലക്ഷനെ നേരിട്ടിട്ട് അന്തസ്സായിട്ട്, അതാണ് മാന്യത എന്ന് പറയുന്നത് അല്ലേ. ഞാൻ വിശ്വസിക്കുന്നു, 100% വിശ്വസിക്കുന്നു. കാരണം വ്യക്തമായ തെളിവുകൾ ഇന്നലെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞല്ലോ. സത്യസന്ധമായ ഒരു സ്ത്രീ പറയുന്ന വസ്തുതയാണ്, അതിനുശേഷം വീണ്ടും അത് ആവർത്തിക്കപ്പെടുക അല്ലേ. മറ്റേ അതുപോലെ തന്നെ അയാളുടെ അനിയൻ ചേർത്തലെന്നോ എവിടുന്നോ പോയി അവിടെ വോട്ട് ചെയ്തിരിക്കുന്നു, അനിയനും അതിൻ്റെ ഭാര്യയും. അതൊക്കെ വെറും ചീപ്പായ പരിപാടിയല്ലേ. ഒരു രാഷ്ട്രീയത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങേർക്കൊരു മാന്യത വേണ്ടേ? അതുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ തുടക്കമാണ്. ഇനി ആരെല്ലാം എവിടെല്ലാം ചെയ്തിരിക്കണം എന്നുള്ള ഇനിയിപ്പോൾ വിലയിരുത്തേണ്ടിയിരിക്കണം അല്ലേ. തീർച്ചയായും ചെയ്യണം. ഇനി ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് തന്നെയല്ല, അങ്ങനെ വ്യക്തിപരമായി അങ്ങനെ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം.